പ്രൊമോ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ റിവ്യൂ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ജാനകിക്ക് അനാമികേനെ ഇറക്കി വിട്ടത് തീരെ ഇഷ്ടപ്പെട്ടിട്ടില്ല. ഇനി നന്ദു കയറി വന്നാലോ എന്നുള്ള ടെൻഷനാണ്. അതുകൊണ്ട് നവ്യോട് പറയുവാണ്, നിൻ്റെ അനിയത്തി നല്ലവളാണെങ്കിലും ചിത്തയാണെങ്കിലും ശരി, അവളെ ഈ വീട്ടിലോട്ട് കയറ്റാൻ ഞാൻ സമ്മതിക്കത്തില്ല. അത് മനസ്സിലാക്കിയിട്ട് അവളുടെ വിവാഹം എത്രയും പെട്ടെന്ന് നടത്തിക്കോണം എന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തുവാണ് ജാനകി. അതുപോലെ ആദർശം നയനയും കൂടി സംസാരിക്കുന്നുണ്ട്. ഇനി ഒരിക്കലും അനാമിക അനന്തപുരിക്ക് വീട്ടിലോട്ട് തിരിച്ച് കയറ്റില്ല എന്ന എല്ലാവരുടെയും തീരുമാനം. അതുകൊണ്ട് തന്നെ ആദർശ് പറയുവാണ്, ഇനിയിപ്പം ഡിവോഴ്സിലേക്കൊക്കെ പോകും. അപ്പോൾ പിന്നെ കേസും വഴക്കും ഒക്കെ ആകും. അന്നേരം അവളായിട്ട് ഡിവോഴ്സ് ആദ്യം മുന്നോട്ട് വയ്ക്കുവാണെങ്കിൽ അതാ നല്ലത് എന്നൊക്കെ ആദർശ് നയനോട് പറയുന്നുണ്ട്. ഇതൊക്കെ കേട്ട് അങ്ങ് ആകെ വിഷമിച്ച് നിൽക്കുവാണ് നമ്മുടെ നയന. പിന്നെ മുത്തശ്ശൻ്റെ അടുത്ത് സംസാരിക്കാൻ ചെല്ലുവാണ് ജാനകി. അനാമിക എങ്ങനെയെങ്കിലും തിരിച്ച് കയറ്റണമെന്നായിരിക്കും പറഞ്ഞത്. അന്നേരം മുത്തശ്ശൻ പറയുന്നുണ്ട്, നിനക്ക് അവളോട് സ്നേഹം ഉണ്ടെങ്കിൽ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയി അവളുടെ കൂടെ ജീവിച്ചോണം. അതല്ല എങ്കിൽ ഇവിടെ മറ്റൊരു കാര്യവും നടക്കുകയില്ല. ഈ അനന്തപുരിക്ക് ഒരു പാരമ്പര്യമുണ്ട്. ആ പാരമ്പര്യത്തിനെതിരെ ചെളിവാരി എറിഞ്ഞ ഒരുത്തിയെ ഈ വീട്ടിൽ ഇനി വാഴിക്കത്തില്ല. അതാണ് എൻ്റെ തീരുമാനം എന്നൊക്കെ പറഞ്ഞ് മുത്തശ്ശനങ്ങ് കത്തിക്കയറി നിൽപ്പുണ്ട്, ദേഷ്യപ്പെട്ട് നിൽക്കുന്നു. പിന്നെ എന്താണോ ഇനി സംഭവിക്കുന്നത് എന്താണെന്ന് അറിയില്ലല്ലോ, അതിൻ്റെ വിഷമത്തിൽ നിൽക്കുന്ന അനാമികയും കാണിക്കുന്നുണ്ട്. ഇതൊക്കെയായിരുന്നു പ്രമുഖ വിശേഷങ്ങൾ.